ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സോയ വെച്ച് ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ വറുത്തരച്ച സോയക്കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സോയ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോയയിലേക്കുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളം ഒന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം ഇവിടെ ബോയിലായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് സോയ ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം സോയയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 2 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് സോയ എടുത്ത് ഇതിലുള്ള വെള്ളം നന്നായി തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ എല്ലാ സോയയും നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 5 ചെറിയ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം വെള്ളം ചേർത്തൊന്ന് നന്നായി അരച്ചെടുക്കാം. ചട്ടി വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് പട്ടയും കരയാമ്പും ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 2 ചെറിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നടുകേറി വെച്ചതും അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള എല്ലാം ഒന്ന് കളർ മാറി വരുന്നതിലേക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിനുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ഈ സമയം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. റോസ്മെല്ല് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം റോസ്മെല്ലൊന്ന് മാറി വന്നിട്ടുണ്ട്. സിമ്മിൽ വെച്ച ശേഷം നമുക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയെല്ലാം എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളെല്ലാം നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ പൊടികളെല്ലാം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ മിക്സിയിൽ അരച്ചു വെച്ച 2 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ അരച്ച് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വഴഞ്ഞ് കിട്ടും. പിന്നെ കറിക്ക് നല്ല തിക്നെസ് ലഭിക്കും. അതുകൊണ്ടാണ് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളിയുടെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയുടെയും റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് സോയ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുമ്പോഴേക്കും സോയയില സമയം മസാല എല്ലാം നന്നായി പിടിച്ചു വരും. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ സോയയിൽ മസാലയെല്ലാം നന്നായി തന്നെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേ ജാറിൽ അല്പം വെള്ളം ചേർത്ത് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണമോ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമെല്ലാം എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സോയയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി ഗ്രേവിയിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് ഈ അരപ്പെല്ലാം സോയയിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. ഇപ്പോൾ സോയയിൽ അരപ്പെല്ലാം പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. സോയ ഓൾറെഡി വെന്തതായതുകൊണ്ട് അധികം നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം കൂടെ വേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സോയക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും നൂലപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.